പ്രവാസികളെ വീണ്ടും വെട്ടിലാക്കി എയർ ഇന്ത്യ എക്സ്പ്രസ്. കാൽപന്തുകളിയുടെ മാമാങ്കമൊരുക്കാൻ സോക്കർ കാർണിവൽ വീണ്ടും എത്തുന്നു. മനുഷ്യാവബോധത്തിന്റെ ഉദാഹരണം, ജീവൻ പണയം വെച്ച് രക്ഷപ്പെടുത്തിയ യുവാവിന് ആദരം. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange. മസ്കത്തിൽ നിന്ന് കേരളത്തിലേക്കുള്ള സർവീസുകൾ തുടർച്ചയായി റദ്ദാക്കി പ്രവാസികളെ വീണ്ടും ദുരിതത്തിലാഴ്ത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുന്നു. മസ്കത്തിൽ നിന്ന് കണ്ണൂർ, കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ നേരത്തെ മാർച്ച് 28 വരെ റദ്ദാക്കിയിരുന്നു. എന്നാൽ ഇതിൽ കണ്ണൂർ സർവീസ് മാത്രമാണ് ഏപ്രിൽ 1 മുതൽ പുനരാരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റ് സർവീസുകൾ ഏപ്രിൽ 4 വരെ കൂടി നീട്ടിയിരിക്കുകയാണ്. ഇതോടെ നാട്ടിലേക്ക് അടിയന്തരമായി പോകേണ്ടി വരുന്ന നിരവധി പ്രവാസികൾ കടുത്ത പ്രതിസന്ധിയിലാണ്. ചികിത്സാ ആവശ്യങ്ങൾക്കും കുടുംബ അടിയന്തര സാഹചര്യങ്ങൾക്കും നാട്ടിലേക്ക് പോകാനിരിക്കുന്നവർ ഉൾപ്പെടെ നിരവധി പേർ വിമാന റദ്ദാക്കലിലൂടെ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നു. ജോലി സ്ഥലങ്ങളിലേക്ക് തിരികെ എത്തേണ്ടവരും ആശങ്കയിലാണ്. അതേസമയം മസ്കത്തിൽ നിന്ന് മുംബൈ, ഡൽഹി സെക്ടറുകളിലേക്ക് സർവീസുകൾ തുടരുന്നതും കേരളത്തിലേക്കുള്ള യാത്രക്കാർക്ക് കൂടുതൽ തിരിച്ചടിയായി. പ്രവാസി സംഘടനകൾ ശക്തമായി രംഗത്തെത്തി. ഇന്ത്യൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് കൈരളി ഒമാൻ മുന്നോട്ട് വന്നു. ചാർട്ടേഡ് വിമാനങ്ങൾ ഏർപ്പെടുത്തുക, സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, ടിക്കറ്റ് നിരക്കുകൾ നിയന്ത്രിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചു. അടിയന്തര യാത്രാ ആവശ്യങ്ങൾ രജിസ്റ്റർ ചെയ്യാനുള്ള ഓൺലൈൻ സംവിധാനം ഒരുക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. ഇന്ത്യൻ എംബസിയും പ്രവാസി സംഘടനകളും ചേർന്ന് ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിക്കണമെന്നും ആവശ്യപ്പെട്ടു. OICC മുൻ പ്രസിഡന്റ് സിദ്ദീഖ് ഹസൻ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് കേരളത്തിലെ എംപിമാരെ സമീപിച്ചതായും അറിയിച്ചു. മുന്നറിയിപ്പില്ലാതെ സർവീസുകൾ റദ്ദാക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും പ്രവാസികളുടെ ജീവിതം കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒമാനിലെ പ്രവാസി മലയാളികൾക്കും ഫുട്ബോൾ പ്രേമികൾക്കും ആവേശമുണർത്താൻ ഗൾഫ് മാധ്യമത്തിന്റെ സോക്കർ കാർണിവൽ 3ാം എഡിഷൻ വീണ്ടും അരങ്ങേറുന്നു. ഏപ്രിൽ 16, 17 തീയതികളിൽ ബൗഷർ ക്ലബ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഈ മേള സുൽത്താനേറ്റിലെ ഏറ്റവും വലിയ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റായി മാറുകയാണ്. കേരള മസ്കത്ത് ഫുട്ബോൾ അസോസിയേഷനുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന ടൂർണമെന്റ് ഏറ്റവും കൂടുതൽ പ്രൈസ് മണി നൽകുന്ന മത്സരങ്ങളിലൊന്നാണ്. മികച്ച ടീമുകൾ തമ്മിലുള്ള ആവേശകരമായ പോരാട്ടങ്ങൾ കാണാൻ പ്രേക്ഷകർ ഗാലറി നിറക്കുമെന്നാണ് പ്രതീക്ഷ. ഫുട്ബോൾ മത്സരങ്ങൾക്കൊപ്പം ഭക്ഷണ വൈവിധ്യങ്ങളും കലാപരിപാടികളും കോർത്തിണക്കി ഒരുക്കുന്ന ഈ മേളയിലേക്ക് പ്രവേശനം സൗജന്യമാണ്. കേവലം ഫുട്ബോൾ മത്സരങ്ങൾക്കപ്പുറം കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന രീതിയിലാണ് കാർണിവൽ ഒരുക്കിയിരിക്കുന്നത്. സംഗീത പരിപാടികൾ, കലാപരിപാടികൾ, കുട്ടികൾക്കും സ്ത്രീകൾക്കും വിവിധ ഗെയിമുകളും മത്സരങ്ങളും, ക്വിസ്, ഫേസ് പെയിന്റിംഗ്, ഷൂട്ടൌട്ട് എന്നിവ ഉൾപ്പെടെ നിരവധി വിനോദങ്ങൾ ഉണ്ടാകും. 25ഓളം ഫുഡ് സ്റ്റാളുകളും കാർണിവലിന്റെ മറ്റൊരു പ്രധാന ആകർഷണമാണ്. മലബാർ വിഭവങ്ങൾ മുതൽ അന്താരാഷ്ട്ര രുചികൾ വരെ ഉൾപ്പെടുന്ന ലൈവ് ഫുഡ് കൗണ്ടറുകളും ഭക്ഷണപ്രേമികളെ ആകർഷിക്കും. സ്ത്രീ കൂട്ടായ്മകളുടെ സ്റ്റാളുകൾ, ചോക്ലേറ്റ്, ഫാൻസി ഐറ്റങ്ങൾ, മെഹന്തി എന്നിവയും മേളയെ വർണ്ണാഭമാക്കും. കായിക ആവേശവും സംഗീതവും രുചികളും ഒന്നിക്കുന്ന ഈ 2 ദിവസങ്ങളിൽ പ്രവാസി സമൂഹത്തിന് ഒരു വലിയ ആഘോഷമായി മാറും. ബറക്കയിലെ ഒരു വാദിയിൽ മലവെള്ളപ്പാച്ചിലിൽ അകപ്പെട്ട് 2 ഇന്ത്യൻ പ്രവാസികളുടെ ജീവൻ രക്ഷപ്പെടുത്തിയ പാകിസ്ഥാൻ സ്വദേശി ഷഹസാദ് ഖാനെ ഒമാൻ പ്രവാസി അസോസിയേഷൻ ആദരിച്ചു. സ്വന്തം ജീവൻ പോലും പണയം വെച്ച് നടത്തിയ രക്ഷാപ്രവർത്തനം വലിയ പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു. സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായ ദൃശ്യങ്ങൾ മനുഷ്യാവബോധത്തിന്റെ മികച്ച ഉദാഹരണമായി മാറി. പാകിസ്ഥാൻ എംബസിയും നേരത്തെ ആദരിച്ചിരുന്നെങ്കിലും ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള ആദരവ് ആദ്യമായിരുന്നു. വീഡിയോ വൈറലാകുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച പാകിസ്ഥാൻ ബ്ലോഗർ അമീർ ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. പ്രസിഡന്റ് വിജയ് തോമസ് വൈദ്യൻ പൊന്നാട അണിയിച്ചും സ്നേഹോപഹാരങ്ങൾ നൽകി ആദരിക്കുകയും ചെയ്തു. ഒമാൻ ഫയർഫോഴ്സ് ആൻഡ് റെസ്ക്യൂ ടീമിന്റെ സേവനങ്ങൾ ചടങ്ങിൽ പ്രശംസിക്കപ്പെട്ടു. സമൂഹത്തിൽ സൗഹൃദവും മനുഷ്യാവബോധവും ശക്തിപ്പെടുത്തുന്ന സംഭവമായി ഇത് വിലയിരുത്തപ്പെടുന്നു. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഒമാനിൽ ഡ്രോൺ ഉൾപ്പെടെയുള്ള വ്യോമ പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് വീണ്ടും നീട്ടി. ഗൾഫ് മേഖലയിലെ നിലവിലെ സാഹചര്യം പരിഗണിച്ചാണ് നിയന്ത്രണം തുടരുന്നതെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു. രാജ്യത്തിന്റെ വ്യോമ മേഖലയുടെ സുരക്ഷയും പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കുന്നതിനുമാണ് നടപടി. വിലക്ക് പിൻവലിക്കുന്നതിനുള്ള സമയപരിധി വ്യക്തമാക്കിയിട്ടില്ല. അടുത്ത അറിയിപ്പ് വരുന്നതുവരെ നിയന്ത്രണം തുടരണമെന്നും അധികൃതർ അറിയിച്ചു. വ്യക്തികളും കമ്പനികളും നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് മുന്നറിയിപ്പും നൽകി. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ
Brought to you by Shahi Foods and Spices. Powered by Purushottam Kanji Exchange.